ആംബുലൻസ്. അത് ആംബുലൻസ് അല്ല, ആംബുലൻസ് എന്നാണ്. ആംബുലൻസ്. നിങ്ങൾക്കും വില്ലയെ പോലെ ശരിയായ പ്രൊനൗൺസിയേഷൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കിഡ്സ് ആപ്പായ കുക്കു टीवी डाउनलोड ചെയ്യൂ. और एवरीडे कुछ नया सीखो. कुकू टीवी. നീൽ, നൈറ, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ബിൽഡിംഗ് ടോയ്സ് പാക്ക് ചെയ്ത് വെച്ചില്ലേ? ഞങ്ങൾ പിന്നെ എടുത്തു വെക്കാം അമ്മേ. പക്ഷേ നിങ്ങളിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡാണ് അമ്മേ. അത് പറ്റില്ല, ഇപ്പോൾ തന്നെ ചെയ്യണം. ആരെങ്കിലും വീട്ടിലോട്ട് വന്നാൽ എന്ത് കരുതും? നല്ല മക്കൾ. പക്ഷേ അമ്മേ, ഈ എപ്പിസോഡ് കഴിഞ്ഞു പോയല്ലോ. അതൊരു കാര്യമേ അല്ല. TV-യിൽ ആ എപ്പിസോഡ് വീണ്ടും ഇടും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഇവിടെ ഇരിക്കെ. കഥയ്ക്കുള്ള സമയം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പെട്രോ എന്നു പേരുള്ള ഒരു പയ്യൻ അവൻ്റെ മുത്തശ്ശിയോടൊപ്പം ജീവിച്ചിരുന്നു. ഒരു ചെറിയ കോട്ടേജിലായിരുന്നു അവർ താമസിച്ചത്. ഒരു ദിവസം പെട്രോ വീട്ടിൽ ബോൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബോൾ കണ്ണാടിയിൽ കൊണ്ട് അത് പൊട്ടിപ്പോയി. ഓ നോ! പെട്രോ, അല്ല, അതെന്താണ് ശബ്ദം? ഓ, ആ ജന്നൽ. സോറി മുത്തശ്ശി. ഇതൊരു പ്രശ്നമേ അല്ല പെട്രോ. നീ ഇപ്പോൾ തന്നെ കണ്ണാടി കതവുകൾ ചെയ്യുന്ന കടയിലേക്ക് പോയി ഒരു ഗ്ലാസ് വാങ്ങി അത് റീപ്ലേസ് ചെയ്തേക്ക്. നിനക്കത് ചെയ്യാൻ പറ്റുമല്ലോ? അതെ മുത്തശ്ശി, അതെനിക്കറിയാം. മുത്തശ്ശി പേടിക്കണ്ട, വൈകുന്നേരം തന്നെ ഞാനിത് ചെയ്തോളാം. പെട്രോ, വിൻഡോ ഇപ്പോഴും ഉടഞ്ഞു തന്നെ ഇരിക്കുന്നു. ഇന്നലെ തന്നെ നീ കണ്ണാടി കതവുകൾ ചെയ്യുന്ന കടയിലേക്ക് പോയില്ലേ? അല്ല മുത്തശ്ശി, ഞാനത് മറന്നുപോയി. എന്തായാലും ഞാൻ ഇന്ന് പോയിക്കൊള്ളാം. പെട്രോ, ദിവസം ഒരാഴ്ചയായി നീ ഇതുവരെ ഈ കണ്ണാടി ജനൽ ശരിയാക്കിയില്ല. അതെനിക്കറിയാം മുത്തശ്ശി. ഞങ്ങളുടെ ഫുട്ബോൾ ടീമിന് നാളെ ഒരു പ്രധാനപ്പെട്ട മാച്ച് ഉണ്ട്. ഞാൻ നാളെ ഉറപ്പായിട്ടും പോകാം മുത്തശ്ശി. ഞാൻ സത്യമാ പറയുന്നേ. പെട്രോ, മുത്തശ്ശി, ആ ജനലല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ പരീക്ഷയാണല്ലോ. അപ്പൊ എനിക്ക് പഠിക്കണം. പരീക്ഷ കഴിഞ്ഞ ഉടനെ ഞാൻ എന്തായാലും ചെയ്യാം. ഇതുപോലെ പല ദിവസങ്ങളിലും അവൻ എക്സ്ക്യൂസ് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാലും വിൻഡോ അവൻ ശരിയാക്കിയില്ല. അവസാനം ഒരു ദിവസം, ഓ നോ പെട്രോ! എന്താ അത്? ഇതാ വരുന്നു മുത്തശ്ശി. എന്താ പറ്റിയേ? ഒരു വലിയ പുയൽ രൂപം കൊണ്ടിട്ടുണ്ട് പെട്രോ. ഇത് വളരെ ആപത്തായതാണ്. ഓ ശരിയല്ല, നീ ശരിയായ സമയത്ത് ഇത് ശരിയാക്കാൻ പറ്റിയില്ലല്ലോ. ഒന്നും പറ്റില്ല മുത്തശ്ശി. ഇതെന്താണെന്ന് വെച്ചാ ശരിയായ സമയത്ത് നമ്മുടെ കടമകൾ ചെയ്ത് തീർക്കണമെന്ന് നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക് പെട്രോ. മനസ്സിലായോ? പക്ഷേ നോക്ക്, നമ്മൾ എത്ര വലിയ ആപത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ജോലികളെ കൃത്യമായ സമയത്ത് ചെയ്യേണ്ടത് പ്രധാനമാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അമ്മേ. ഞാൻ എപ്പോഴും എന്റെ ജോലി കൃത്യമായ സമയത്ത് ചെയ്യും. ഞാനും